എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ഡോഫ്ലമിംഗോട് ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് എറ്റേണൽ ലൈഫല്ല ഷോർട്ട് ലൈഫാണ് വിധിച്ചിരിക്കുന്നത്. എത്രയും വേഗം നീ മരണപ്പെടും. എൻ്റെ ഈ പവർ കൊണ്ട് നിന്റെ ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം തന്നെ കുറേശ്ശായിട്ട് ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലവും ചെയ്തതിനുള്ള എല്ലാത്തിനുള്ള പണിഷ്മെന്റ് ആണ് ഇപ്പൊ നിനക്ക് കിട്ടാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ചെറിയ പണിഷ്മെന്റ് ആണ്, എന്നെ കൊണ്ട് ഇത് മാത്രമേ നിനക്ക് തരാനാവൂന്ന് പറയും. അതേസമയം ഇവിടെ ട്രബോള് അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ നിലവിളിക്കും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബോസിന്റെ ദേഹത്ത് കൈവെക്കുമെന്ന് പറഞ്ഞ് ട്രബോളാണെങ്കിൽ മൂക്കൊക്കെ ഒലിപ്പിച്ച് അവന്റെ നേർക്ക് എടുത്ത് ചാടി വരും. അത് കണ്ട ലൂഫി ട്രബോളിനെ പിടിച്ചു വലിച്ച് ഒരൊറ്റ അടി. ട്രബോൾ ചുരുണ്ടുകൂടി ഒരു ഭാഗത്തേക്ക് വീഴും. ഇവിടെ ലോയ്ക്കാണെങ്കിൽ ഡോഫ്ലമിംഗോടുള്ള കലി അതടങ്ങില്ല. നിന്റെ ബ്രദറാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ. ആക്ച്വലി നിനക്ക് എങ്ങനെ ഇത്രയും നല്ലൊരു ബ്രദറിനെ കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛനും അമ്മയും ബ്രദറും എല്ലാവരും നല്ലവരായിരുന്നു. നീ ഫാമിലി എന്ന് പറഞ്ഞ് നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഓരോ വൃത്തികേട് കാണിക്കാനായിട്ട് ഒരുപാട് പേരെ നിന്റെ കൂടെ കൂട്ടിയിട്ടില്ലേ? സത്യത്തില് ഫാമിലി എന്താണെന്ന് നിനക്കറിയോ? സ്നേഹം എന്താണെന്ന് നിനക്കറിയോ? ആരോടെങ്കിലും നിനക്ക് ആത്മാർത്ഥതയുണ്ടോ? നിന്റെ ദുഷിപ്പിനും വൃത്തികേടിനും കൂട്ടു നിൽക്കുന്ന ഒരു പറ്റ ആളുകൾ, അതാണ് നിന്റെ ഫാമിലി എന്ന് നീ കരുതി നിന്റെ കൂടെ കൂട്ടിയത്. ഒരു കാരണവശാലും നിന്റെ ബ്രദർ നിന്നെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നീ ചെയ്യുന്ന തെറ്റുകൾ അതെങ്ങനെയെങ്കിലും തിരുത്തണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിന്നെ കൊല്ലാമായിരുന്നു. അതിനുള്ള ഒരുപാട് അവസരം അവന്റെ മുൻപിലുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയിന്റ് ചെയ്തപ്പോൾ പോലും അവൻ ആ ട്രിഗർ അമർത്തിയില്ല. പക്ഷെ നീ ആണെങ്കിൽ അത് സ്വന്തം ബ്രദറാണെന്ന് പോലും ഓർക്കാതെ അവനെ കൊന്നു തള്ളി. അതുപോലെ തന്നെ നിന്റെ പപ്പയെയും. ഇത് കേൾക്കേണ്ട താമസം അത്രയും നേരം ഒരുപാട് വേദനയിൽ പടഞ്ഞ ഡോഫ്ലമിംഗ പെട്ടെന്ന് ചിരിക്കുകയാണ്. ട്രഫാർഗറിലോ ആക്ച്വലി നീ വെറും മണ്ടനാണ്. നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ നിന്റെ കണ്ണിൽ കണ്ട വെറി, അതാണ് എനിക്ക് അന്നും ഇന്നും എൻ്റെ കണ്ണിലുള്ളത്. മാത്രമല്ല നമ്മൾ രണ്ടുപേരും ഈക്വലാണ്. പക്ഷെ എൻ്റെ ബ്രദർ അവൻ എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചു. നേവിയുടെ കൂടെ കൂടി എൻ്റെ രഹസ്യങ്ങളെല്ലാം അവൻ നേവിക്ക് ഒറ്റിക്കൊടുത്തു. സത്യത്തിൽ അവൻ ചാവേണ്ടവൻ തന്നെയാണ്. അവനെ പോലെ നീയും ചാവണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ പൊട്ടിച്ചിരിക്കും. അതിന് ട്രഫാർഗറിലോ അവന്റെ സർവ്വ പവറും എടുത്ത് ഡോഫ്ലമിംഗോയുടെ നെഞ്ചിൽ ഒരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയിൽ ഡോഫ്ലമിംഗോയ്ക്ക് പിന്നെ അനക്കം ഉണ്ടാവില്ല. ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോയും തളർന്ന് അങ്ങനെ താഴേക്ക് വീഴും. ഇവിടെ ലൂഫി ആണെങ്കിൽ ടെൻഷനായിട്ട് ട്രഫാർഗറിലോയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഡോഫ്ലമിംഗോ അവൻ ഫ്രഷ് ആയിട്ട് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ ആൾക്കാരും ട്രബോളും എല്ലാവരും ആ സീൻ കണ്ട് അങ്ങനെ വണ്ടർ അടിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അവനെ നമ്മൾ തല്ലിക്കൊന്നല്ലേ എന്ന് ലോയോട് ലൂഫി ചോദിക്കും. അപ്പോഴായിരിക്കും അവന്റെ എബിലിറ്റി പറയുക, അതായത് അവനെ തകർക്കണമെങ്കിൽ ഗ്യാപ്പ് ഇല്ലാതെ അവനെ അറ്റാക്ക് ചെയ്ത് കൊല്ലണം. അവനെ അറ്റാക്ക് ചെയ്ത് മരിക്കുന്നതിന് മുൻപ് ആ ഒരു അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവന്റെ ബോഡി അത് പഴയതുപോലായി അവൻ നോർമലായി തിരികെ വരും. ലൂഫിക്കും ലോയ്ക്കും എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അറിയില്ല. ട്രഫാർഗറിലോ ഡോഫ്ലമിംഗോയുടെ ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസ് അത് തകർക്കാൻ അവന്റെ പവർ ഉപയോഗിച്ചു. പക്ഷെ ഡോഫ്ലമിംഗോയുടെ ബോഡിയുടെ പവർ അത് മറ്റൊന്നാണ്. അവന്റെ സ്ട്രിങ്സിന് അവനെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഡോഫ്ലമിംഗോ നൈസായിട്ട് അവന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ അവനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ അവന്റെ ബോഡി അതവൻ ഹീൽ ചെയ്ത് ബാക്ക് ടു നോർമലായി. ഡോഫ്ലമിംഗോ അവന്റെ ഇന്റേണൽ ഓർഗൻസ് അത് തനിയെ ഹീലാവുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കും. അതിനുശേഷം ലോയെ തകർക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് നടന്നടുക്കുകയാണ്. ട്രബോൾ ആണെങ്കിൽ അവന്റെ സ്റ്റിക്കി പവർ ഉപയോഗിച്ച് ലൂഫിയെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകും. ഡോഫ്ലമിംഗോ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് ലോയെ നോക്കും. നീ നിന്റെ ഫുൾ പവർ എടുത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നിന്നെ കൊണ്ടിനി ഒന്നിനും ആവില്ല. സോ ഇവിടെ വെച്ച് നമുക്ക് ഗുഡ് ബൈ പറയാന്ന് പറഞ്ഞ് അവന്റെ കാല് മുകളിലേക്ക് ഉയർത്തി താഴെ കാഞ്ഞ് ചവിട്ടാനായിട്ട് വരും. അപ്പോഴായിരിക്കും നമ്മുടെ ലൂഫി അവന്റെ കാലങ്ങനെ നീട്ടി ഡോഫ്ലമിംഗോയുടെ കാലിനെ ബ്ലോക്ക് ചെയ്യുക. ഡോഫ്ലമിംഗോ പല്ല് കടിച്ച്, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പഞ്ച് അത് നീ തടയും ചോദിച്ച് അവന്റെ കാലില് ഹോക്കി പവർ കൊണ്ടുവരാണ്. അതിന് ലൂഫി ഒരു കാരണവശാലും ലോയെ തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവനും അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് ഡോഫ്ലമിംഗോയെ പ്രിവെന്റ് ചെയ്യാണ്. അടുത്ത നിമിഷം റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു സുപ്രീം പവർ അങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. ആ പവറിൽ ട്രഫാർഗറിലോ ആണെങ്കിൽ തെറിച്ച് ദൂരേക്ക് പോവാണ്. ഫ്ലമിംഗോയ്ക്കും ട്രബോളിനും ഇതൊരു വലിയ സസ്പെൻസ് ആണ്. കാരണം ലൂഫിക്കും ഇതേ പവർ ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ആക്ച്വലി ഡോഫ്ലമിംഗോയുടെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു പവർ തിരിച്ചറിഞ്ഞത് സാക്ഷാൽ ട്രബോളാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഡോഫ്ലമിംഗോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ലിറ്റിൽ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ ഒറ്റപ്പെട്ടതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വന്നു പെടുക ആ ട്രബോളിന്റെ കയ്യിലാണ്. ഡോഫ്ലമിംഗോ അവനവന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ
ട്രബോളിന്റെ അടുത്ത് തുറന്നു പറയും. അതിനെ ട്രബോൾ പല്ല് കടിച്ച് ഡോഫ്ലമിംഗോട് പറയും ഇനി ഒന്നും നോക്കാനില്ല, അവരെ എല്ലാവരെയും കൊന്നു കളയണം. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവര് സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആണെന്ന് ഐലാൻഡിലുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞതിനു ശേഷം അവരെ 3 പേരെയും വലിയൊരു കമ്പിൽ അങ്ങനെ കെട്ടിയിട്ട് അമ്പെയ്ത് അവരെ ഒരുപാട് ഉപദ്രവിച്ചു. മാത്രമല്ല അവരെ ചീത്ത വിളിച്ച് അപമാനിച്ചു. ആക്ച്വലി ആ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും ന്യായമായ ഒരു കാര്യമാണ് അവർ ചെയ്തത്. കാരണം സെലസ്റ്റിയൽ ഡ്രാഗൺസ് വളരെ ബ്രൂട്ടലും ക്രൂവലുമാണ്. സെലസ്റ്റിയൽ ഡ്രാഗന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ അനുഭവങ്ങൾ അതുകൊണ്ടാണ് ഡോഫ്ലമിംഗോയോടും അവന്റെ ഫാമിലിയോടും അത്ര ബ്രൂട്ടലായിട്ട് പെരുമാറിയത്. പക്ഷെ ഡോഫ്ലമിംഗോയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവൻ ആ വേദനയിലും വിഷമത്തിലും പല്ല് കടിച്ച് ഒരുപാട് കലിപ്പില് അങ്ങനെ നിലവിളിച്ച് പറയും, ഞങ്ങളോട് ഈ ചെയ്തതിന് ഒരു കാരണവശാലും ഞാൻ ക്ഷമിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തിരികെ വന്ന് നിങ്ങളോട് പ്രതികാരം ചെയ്യും. വളരെ ചെറുപ്പത്തിലെ ഡോഫ്ലമിംഗോയുടെ വാശിയും വൈരാഗ്യവും അതാ ജനങ്ങൾ തന്നെ നേരിട്ട് കണ്ട് പേടിച്ചു പോവാണ്. ഡോഫ്ലമിംഗോയുടെ കലിയിലും അവന്റെ പകയിലും അവൻ അറിയാതെ തന്നെ ആ ഹോക്കി പവർ അതാദ്യമായിട്ട് അപ്പോഴാണ് പുറത്തേക്ക് വരിക. ആ ഒരു ഹോക്കി പവറിന്റെ ശക്തിയിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും ഒരുപാട് ദൂരത്തേക്ക് അങ്ങനെ തെറിച്ചു പോവാണ്. ചിലർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും, ചിലർക്ക് പരുക്ക് പറ്റും, മറ്റു ചിലരാണെങ്കിൽ സേഫായിട്ട് രക്ഷപ്പെടും. കട്ട് ചെയ്ത ട്രബോള് അവനാണെങ്കിൽ തീർത്ത് പറയും, നിനക്കുള്ള ഹോക്കി പവർ അത് ഞാൻ ചെക്ക് ചെയ്തു, അതൊരു സാധാരണ ഹോക്കി പവർ അല്ല, സുപ്രീം പവറാണ്. അതുണ്ടെങ്കിൽ നിനക്ക് ഈ ലൈഫിൽ പല കാര്യങ്ങളും ഈസി ആയിട്ട് നേടിയെടുക്കാം, നിന്നെ കൊണ്ട് വലിയൊരു കിങ് ആവാൻ കഴിയും. സോ ട്രബോളാണ് ചെറിയ പ്രായം മുതൽ നമ്മുടെ ഡോഫ്ലമിംഗോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവൻ ഇത്തരത്തിൽ ബാഡ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റിയത്. ട്രബോൾ ആണെങ്കിൽ അവന്റെ നേരെ ഒരു ഗണ്ണും ഒരു ഡബിൾ ഫ്രൂട്ടും അത് രണ്ടും അങ്ങനെ നീട്ടുകയാണ്. ഈ ഡബിൾ ഫ്രൂട്ട് അത് നിനക്ക് ആവശ്യമായിട്ടുള്ള പവറും ശക്തിയൊക്കെ നൽകും. ഈ ഗണ്ണ് ഉപയോഗിച്ച് നിനക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൊല്ലാം. അതിന് ഡോഫ്ലമിംഗോ അവൻ ഫുൾ കലിപ്പില് ആ ഗണ്ണുമായിട്ട് അവന്റെ പപ്പയിലെടുത്ത് പോവാണ്. നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായത്, ഞങ്ങളുടെ അമ്മ പോലും ഞങ്ങൾക്ക് നഷ്ടമായത് നിങ്ങൾ ഒരാൾ കാരണമാണ്. ഉടനെ ഡോഫ്ലമിംഗോയുടെ പപ്പയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയിൽ അവരോട് 2 പേരോടും മാപ്പ് പറഞ്ഞ് അങ്ങനെ തലതിരിക്കും. ആ സമയം ഡോഫ്ലമിംഗോ കറക്റ്റായിട്ട് എയിം ചെയ്ത് ആളെ ഷൂട്ട് ചെയ്യുകയാണ്. ചെയ്ത പ്രസന്റിൽ ട്രബോൾ പറയും, നിങ്ങൾ കരുതും പോലെയല്ല ഡോഫ്ലമിംഗോ അവനൊരു അൾട്ടിമേറ്റ് ഡെവിളാണ്. ചെറുപ്പം മുതലേ ഞാൻ അവന് ഭക്ഷണം മാത്രമല്ല പകയും വെറുപ്പും വിരോധവും എന്നിങ്ങനെ എൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും അവൻ്റെ ഉള്ളിൽ ഊട്ടിയിണക്കി ഞാൻ അവനെ ഒരു മോൺസ്റ്റർ ആക്കിയാണ് വളർത്തിയത്. നിങ്ങളെന്നല്ല ആര് വിചാരിച്ചാലും അവനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല. ട്രബോൾ പറഞ്ഞ സ്റ്റോറി എല്ലാം കേട്ട് ലൂഫിയുടെ കൺട്രോൾ പോവും. അവൻ പിന്നെ ഒന്നും നോക്കില്ല, ഡോഫ്ലമിംഗോയെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ചം ഞെട്ടിക്കുകയാണ്. ചോര തുളുമ്പി ഒന്നും ചെയ്യാൻ കഴിയാതെ എല്ലാ ഇടിയും തൊഴിയും ഒക്കെ ഡോഫ്ലമിംഗോ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവനെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ആ നിമിഷം ഡോഫ്ലമിംഗോ ചെറുപ്പത്തിൽ ആ ജനങ്ങളെല്ലാവരും ചേർന്ന് അവരെ ഒരുപാട് ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. അതിനുശേഷം അങ്ങനെ ടെററായിട്ട് അവൻ വീണ്ടും ചിരിക്കും. ലൂഫി വീണ്ടും പഞ്ച് ചെയ്യാനായിട്ട് കൈ നീട്ടും. അടുത്ത നിമിഷം ഡോഫ്ലമിംഗോ അവന്റെ ഹോക്കി പവറിൽ ഒരൊറ്റ അടി. വയലറ്റ് കളറിലായിരിക്കും തവണ 2 ഹോക്കി പവറും കൂട്ടിയിടിച്ച് പുറത്തേക്ക് പോകുന്ന വേവ്സിന്റെ നിറം. ആ ഒരു പവറിൽ കൺട്രോൾ പോയി നമ്മുടെ ചെക്കൻ ലൂഫി അവൻ അടിച്ചു വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.